മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. ഞാൻ RSSനെതിരായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളിനിക്കർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ രൂക്ഷ വിമർശനം വലിയ വാക്പോരിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചക്കേസിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞതിനെ തുടർന്നാണ് ശക്തമായ തിരിച്ചടിയുമായി VD സതീശൻ രംഗത്തെത്തിയത്. നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിനെ എനിക്കൊക്കെ. സെക്രട്ടേറിയറ്റിനു മുന്നിൽ കോൺഗ്രസ് സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശിവൻകുട്ടിയെ വിമർശിച്ചത്. ഇവനെപ്പോലെയുള്ളവർ മന്ത്രിമാരായിരിക്കാൻ യോഗ്യരാണോ? അണ്ടർവെയർ കാണിച്ച് മുണ്ടും മടക്കിക്കുത്തി ഡെസ്കിന് മുകളിൽ കയറി നിയമസഭ തല്ലിപ്പൊളിച്ച ആളാണ്. എന്നിട്ട് സഭയിൽ മര്യാദ പഠിപ്പിക്കുകയും UDFനെ ഉപദേശിക്കുകയുമാണ്. സതീശൻ പരിഹസിച്ചു. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പഠിക്കേണ്ടിവരുന്ന പിള്ളാരുടെ ഗതികേടോർത്ത് സങ്കടം വരുന്നുവെന്നും സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എന്റെ പിള്ളേരെ ഓർത്ത് ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. എക്സസൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. എക്സസൈസ് കൊടുത്തിരുന്നത് അത് മാത്രം കൊടുത്തിരുന്നത് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. ഇത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാണ് നിയമസഭയിൽ. സോണിയാഗാന്ധി അയ്യപ്പന്റെ സ്വർണം കവർന്നത് ഞാൻ എന്റെ നാവിൽ വരുന്നുണ്ട്. സാധാരണ ഇത്ര മോശമായിട്ട് പറയാറുണ്ട്. സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞ. പിന്നാലെ സതീശനെ വിനായക് ദാമോദർ സതീശൻ എന്നു പരിഹസിച്ച് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. സതീശന്റെ അതേ ഭാഷയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിച്ചു മൂത്രമൊഴിച്ചു പോകുമെന്നും മന്ത്രി പറഞ്ഞു. VD സതീശൻ പറഞ്ഞത് ചെന്നങ്ങ് പറഞ്ഞേരെ ഞാനങ്ങ് പേടിച്ചു പോകും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പൊ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഞാൻ RSSനെതിരെ പോരാടുമ്പോൾ സതീശൻ വള്ളി നിക്കരിട്ട് നടക്കുകയായിരുന്നു. ഗോൾവാൽക്കരുടെ ചിത്രത്തിനു മുന്നിൽ നട്ടെല്ലു വളച്ച ആളിന്റെ പേര് ശിവൻകുട്ടി എന്നല്ല, അത് വിനായക് ദാമോദർ സതീശനാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. ഞാൻ RSSനെതിരായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളിനിക്കർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് അത്ര എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ല് വളച്ച ആളിന്റെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് VD സതീശൻ എന്നാണ്. ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ VD സതീശൻ നടത്തിയ മോശം പരാമർശത്തിൽ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് V ജോയ് MLA നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേരള നിയമസഭയിലെ ഒരംഗത്തെ അപമാനിച്ചുവെന്നും പൊതുജനമധ്യത്തിൽ അവഹേളിച്ചുവെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. സഹിക്കാൻ പറ്റാൻ എന്തും പറയാന്ന്. ഇത് മന്ത്രിമാരെല്ലാം ഇത് തന്നെയാണ്. കുറെ എണ്ണം ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് ഇറങ്ങി വിട്ടേക്കുന്നതാണ് കുറെ ആളുകളെ.